ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഒരു വശത്ത് പരിശ്രമിക്കുന്നവരും മറുവശത്ത് വെറുതെ സ്വപ്നം കണ്ടിരിക്കുന്നവരും. എന്നാൽ മുംബൈയിൽ ജനിച്ചു വളർന്ന ഹർഷ് ജെയിനും ഭവിഷ്യത്തും പരിശ്രമിക്കാൻ തയ്യാറായവരായിരുന്നു. മാത്രമല്ല അവർ തങ്ങളുടെ ആ വലിയ ഡ്രീമിലേക്ക് ഇന്ത്യൻ കായിക പ്രേമികളെ മുഴുവൻ കൊണ്ടുവന്ന് ഒരു വലിയ സാമ്രാജ്യം തന്നെ തീർന്നു. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് കായിക ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിയവരാണ് ഡ്രീം 11. ആ ഡ്രീം 11ന്റെ വിജയ കഥയാണ് ഇന്നത്തെ യൂണിക്കോൺ ക്രോണിക്കിൾസ്. 2012 ഒരു പ്രീമിയം ഫാന്റസി സ്പോർട്സ് സ്റ്റാർട്ടപ്പായിട്ടാണ് ഡ്രീം 11 തുടക്കം കുറിച്ചത്. പ്രീമിയം എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ ഈ പ്രീമിയം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചില്ലേ? പറയാം. അതായത് തുടക്കത്തിൽ ഉപയോക്താക്കൾക്ക് ഫ്രീ ആയി സർവീസ് നൽകുകയും ഫ്രീ ട്രയലിന് ശേഷം ഇത് പെയ്ഡ് ആകുമെന്ന് മുൻകൂട്ടി നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് സംരംഭങ്ങളെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അങ്ങനെ 2012 ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ഫ്രീ ആയി എൻട്രി ചെയ്യിച്ചുകൊണ്ട് തുടങ്ങിയ ഡ്രീം 11 ഇന്ന് ക്രിക്കറ്റ് ലോകത്തിന്റെ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിങ്സ് 11 പഞ്ചാബിനെ ഒന്ന് നോക്കൂ. സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ ബഡേ! क्या बात है! നെക്സ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. Tandrami guys. पैटी कोच ने क्या बोला है? ट्रस्ट इज इम्पोर्टेंट. തീർന്നില്ല, കിങ് ഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ഒന്ന് കണ്ടു നോക്കും. Your room looks haunted. Oh. IPL ടീമുകളുടെ ജേഴ്സി ലോഗോയിൽ തിളങ്ങി നിന്നത് ഡ്രീം 11 തന്നെയായിരുന്നു. ഇതൊക്കെ പോട്ടെ, ലോക ചാമ്പ്യന്മാരായ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിലെ മെയിൻ ലോഗോ ഡ്രീം 11ന്റേതാണ്. ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ എത്ര ചിലവ് വരും? ഇതിന് മാത്രം വരുമാനം എവിടെ നിന്നാണെന്നൊക്കെ പലരും ചിന്തിക്കുന്നില്ലേ? നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ഈ ഗെയിമിന്റെ ബ്രെയിനായ ഡ്രീം 11ന്റെ ഫൗണ്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഡ്രീം 11ന്റെ 2 ഫൗണ്ടേഴ്സിൽ ഒരാൾ ബിസിനസ് പാരമ്പര്യമുള്ള ആളാണ്. മുംബൈയിലെ ലീഡിംഗ് ബിസിനസ്മാനായ ആനന്ദ് ജെയിൻ്റെ മകനായ ഹർഷ് ജെയിനാണ് ഈ ആപ്പ് രൂപപ്പെടുത്താൻ ആദ്യം മുന്നോട്ട് വന്നയാൾ. അതിനൊരു കാരണവുമുണ്ട്. 2001 ഇദ്ദേഹം ഹയർ സ്റ്റഡീസിനായി ലണ്ടനിൽ പോയ സമയത്ത് അവിടെ അവൈലബിൾ ആയിരുന്ന ഫാന്റസി ഫുട്ബോൾ ഗെയിം ഇഷ്ടപ്പെടുകയും ഈ ഗെയിമിന്റെ ഓൺലൈനിന്റെ സ്ഥിരം പ്ലെയർ ആവുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹം തിരികെ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഈ ആശയം ഇവിടെ നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്തു. എന്നാൽ ഇവിടെ ഫുട്ബോളിനേക്കാൾ പ്രാധാന്യം ക്രിക്കറ്റിനായതുകൊണ്ട് തന്നെ കായിക പ്രേമികൾക്കായി ഫാന്റസി ക്രിക്കറ്റ് ഗെയിമാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തത്. This journey started for us in 2007 actually, and then I went to Sevenoaks in London and I fell in love with this new concept there called fantasy football. ഈ സംരംഭത്തിന് കൂട്ടിനൊരാളെ കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ഹർഷിനെ പോലെ തന്നെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് നാട്ടിലെത്തിയ സുഹൃത്തു കൂടിയായ ഭവിത് ഷേട്ടിനും ഇതേ ആശയം തന്നെയായിരുന്നു മനസ്സിൽ. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഫണ്ടേഴ്സിനെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി. ചെല്ലുന്നിടത്തെല്ലാം തിരിച്ചടിയായിരുന്നു ആദ്യ ഫലം. അങ്ങനെ ഏകദേശം 150ഓളം നിക്ഷേപകരെ സമീപിച്ചിരുന്നുവെങ്കിലും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ നോ പറഞ്ഞു. പക്ഷെ പിന്മാറാൻ ഇവർ തയ്യാറായില്ല. ഒടുവിൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കലാരി ക്യാപിറ്റൽ ഗ്രൂപ്പ് ഫണ്ട് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ 2012 ഡ്രീം 11 ലോഞ്ച് ചെയ്തു. തുടക്കത്തിൽ യൂസേഴ്സിന് ഫ്രീ ആയി മാച്ചുകൾ കളിക്കാൻ അവസരം നൽകുകയും തുടർന്ന് ചെറിയ തുകകൾ മുടക്കി വലിയ ലാഭം നേടാനുള്ള സാധ്യതകൾ മുന്നോട്ട് വെച്ചു. ആ ഒരു പാറ്റേൺ കായിക പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. 2014 ആയപ്പോഴേക്കും 1 കോടി സബ്സ്ക്രൈബേഴ്സിനെ നേടിയ ഡ്രീം 11 2018 ആയപ്പോഴേക്കും അത് 45 കോടിയായി ഉയർത്തി. സബ്സ്ക്രൈബ് ചെയ്തവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ കൂടുതൽ പേർ ഡ്രീം 11ൽ അംഗങ്ങളായി. കാരണം അത്രയേറെ അട്രാക്റ്റീവ് ആയിരുന്നു ഇവരുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും പ്രൈസ് മണിയും. നമുക്കത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു മാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡ്രീം 11ലും സ്ക്വാഡ് റെഡിയാണ്. 2 ടീമുകളിൽ നിന്നും നമുക്ക് വിശ്വാസമുള്ള കളിക്കാരെ ഉൾപ്പെടുത്തി ഒരു പുതിയ 11 അംഗ ടീമിനെ സെലക്ട് ചെയ്യുന്നതോടെ നമ്മുടെ ഡ്രീം 11 ടീം റെഡിയായി. ഒരാൾക്ക് ഇങ്ങനെ എത്ര ടീം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനിയാണ് ഗെയിം പൂൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് മത്സരിക്കാൻ നിരവധി പൂളുകൾ ഡ്രീം 11 ഒരുക്കിയിട്ടുണ്ട്. 15 രൂപയുടെ എൻട്രി ഫീയിൽ തുടങ്ങി 25,000 രൂപ വരെയുള്ള പൂളുകൾ ഇതിലുണ്ട്. 25 രൂപ മുതൽ 10 കോടി രൂപ വരെ പ്രൈസ് മണിയായി ഇവർ തിരികെ നൽകും. ഒരു മാച്ചിൽ തന്നെ നമുക്ക് എത്ര പൂളിൽ വേണമെങ്കിലും മത്സരിക്കാം. നമ്മളെപ്പോലെ ഈ പ്ലാറ്റ്ഫോമിൽ ടീം ഇട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരോടാണ് നമുക്ക് മത്സരിക്കേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത പ്ലേയേഴ്സിൻ്റെ ഗ്രൗണ്ടിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ ടോട്ടൽ പോയിന്റ്സ്. 1ാം സ്ഥാനം നേടുന്നവർക്ക് ഇൻഡിവിജ്വലായി 1 കോടി രൂപ വരെ പ്രൈസ് മണി സ്വന്തമാക്കാം. 1-ലേറെ പേർ ഒരേ പൊസിഷനിൽ എത്തിയാൽ പ്രൈസ് മണി വീതിച്ചു കൊടുക്കും.
മത്സരാർത്ഥിക്ക് കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. മാത്രമല്ല അവരുടെ പാൻ കാർഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നേടുന്ന പണം പിൻവലിക്കാനും നമുക്ക് കഴിയൂ. ഈ ഡ്രീം 11ന്റെ കടന്നുവരവ് ഒരു കായിക പ്രേമിയെ സംബന്ധിച്ച് ലൈവ് മാച്ച് അവസാനം വരെ കാണാനുള്ള ആവേശം കൂട്ടി എന്ന് തന്നെ പറയാം. കാരണം ഡ്രീം 11ലെ തൻ്റെ ടീം വിൻ ചെയ്യുമോ എന്നറിയാൻ കൂടി ഇന്ന് തുടക്കം മുതൽ ഒടുക്കം വരെയും പലരും കളി കാണാറുണ്ട്. ഇനി ഇതിൽ നിന്നും ഡ്രീം 11 എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, എക്സാമ്പിളായി 50 രൂപ എൻട്രി ഫീസുള്ള ഒരു പൂളിൽ 3 ലക്ഷം സ്ലോട്ടുകളാണുള്ളതെങ്കിൽ ടോട്ടൽ വരുന്ന തുക 1.5 കോടി രൂപയാണ്. ഇതിൻ്റെ 20% കമ്പനിക്കുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ മാച്ചിലൂടെ തന്നെ ഡ്രീം 11 നേടുന്ന പ്രോഫിറ്റ് 30 ലക്ഷം രൂപയാണ്. ഇങ്ങനെ വിവിധ എൻട്രി ഫീസുമായി 120ഓളം പൂളുകൾ ഒരു മാച്ചിലുണ്ടാകും. ഇതിലെല്ലാം ആൾക്കാർ ടീമുകൾ ഇടുമ്പോൾ ഈ പ്രോഫിറ്റ് കോടികളാണ്. ഹർഷ് ജെയിനിൻ്റെയും ഭവിത് ഷെട്ടിൻ്റെയും നേതൃത്വത്തിലുള്ള ഡ്രീം 11 2018 മുതൽ ഇങ്ങോട്ട് അവരുടെ റവന്യൂ ഗ്രാഫ് ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2018 224.6 കോടി രൂപയായിരുന്നു റവന്യൂ എങ്കിൽ 2019 775.4 കോടിയായി അത് ഉയർന്നു. 2020 2120 കോടി രൂപ ടേൺ ഓവർ നേടിയ ഡ്രീം 11 2021 2706 കോടിയും 2022 3480.75 കോടി രൂപയും സ്വന്തമാക്കി. എന്നാൽ ഇവരുടെ ഏറ്റവും മികച്ച റവന്യൂ ഇക്കഴിഞ്ഞ 2023-ലേതായിരുന്നു. 6384 കോടി രൂപയാണ് പോയ വർഷം ഡ്രീം 11 നേടിയത്. മറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്നും ഡ്രീം 11 വളരെ വേറിട്ട് നിൽക്കുന്നത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് രീതിയിലാണ്. കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% ഇവർ പരസ്യം ചെയ്യാനായാണ് മാറ്റിവെക്കുന്നത്. 2017 മുതലാണ് ഡ്രീം 11 ബ്രാൻഡ് അംബാസിഡർമാരെ കൊണ്ടുവന്നു തുടങ്ങിയത്. ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ വോയിസ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന കമന്റേറ്റർ ഹർഷ ഫോഗ്ലെ ആയിരുന്നു. वहाँ मैच स्टार्ट्स ऑन द फील्ड, यहाँ मैच स्टार्ट्स ऑन Dream 11. This is Dream 11. यहाँ തൊട്ടടുത്ത വർഷം IPL സീസൺ ആയപ്പോൾ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി ബ്രാൻഡ് അംബാസിഡറായിരുന്നു. ിൽ മൾട്ടി ചാനൽ ക്യാമ്പയിന്റെ ഭാഗമായി ഡ്രീം 11 വേണ്ടി അണിനിരന്നത് 9 വിദേശ താരങ്ങളായിരുന്നു. ജോസ് ബട്ട്ലർ, ബെൻ സ്റ്റോക്സ്, ജോണി ബെയർസ്റ്റോ, ഡുപ്ലസിസ്, ഡീകോക്ക്, റബാഡ, ആൻഡ്രൂ റസൽ, ജേസൺ ഹോൾഡർ ആൻഡ് കെയ്ൻ വില്യംസൺ. 2022 ഇവർ ആദ്യമായി സ്പോർട്സിൽ നിന്നല്ലാതെ 2 പേരെ ബ്രാൻഡ് അംബാസിഡറായി കൊണ്ടുവന്നു. ബോളിവുഡ് നടനായ കാർത്തിക് ആര്യൻ ആദ്യം പ്രത്യക്ഷത്തിൽ വന്നു. अरे इससे बेटर ऑफर तो ड्रीम 11 पे चल रहा है. പിന്നീട് നമ്മളെ ഞെട്ടിച്ചത് സൗത്ത് ഇന്ത്യൻ നടിയായ സമന്ത റൂത്ത് പ്രഭു ആയിരുന്നു. ഇതുവരെ നല്ല ഓഫർ ഡ്രീം 11ൽ ഇருக்கு. എന്നാൽ ഡ്രീം 11 ഇതുപോലൊന്ന് ഞെട്ടിയത് 2017-ലാണ്. കമ്പനിക്കെതിരെ കർണാടക ഹൈക്കോർട്ടിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഓൺലൈൻ ഗാംബ്ലിങ്ങോ ബെറ്റോ ഇന്ത്യയിൽ അലൗഡ് അല്ല. ഡ്രീം 11ന്റെ ഗെയിമിംഗ് രീതി അത്തരത്തിലുള്ളതാണെന്നും ഇത് രാജ്യത്ത് നിരോധിക്കണമെന്നുമായിരുന്നു കേസ്. എന്നാൽ കോടതി വിധി കമ്പനിക്ക് അനുകൂലമായിരുന്നു. ഡ്രീം 11 കോടതിയിൽ വാദിച്ച പോയിന്റുകൾ ഇതായിരുന്നു. ഒരാൾ പൂർണ്ണമായും തൻ്റെ ഭാഗ്യം പരീക്ഷിക്കുന്നതിനെയാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഡ്രീം 11ന്റെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ ടീമിനെ സെലക്ട് ചെയ്യുന്നത് ഭാഗ്യ പരീക്ഷണത്തിലൂടെയല്ല, മറിച്ച് ഓരോ പ്ലെയേഴ്സിൻ്റെയും പെർഫോമൻസിനെ കുറിച്ചുള്ള നോളജ് മനസ്സിലാക്കിയുള്ള ഗെയിം ഓഫ് സ്കില്ലാണ് ഇതിലൂടെ നടക്കുന്നത്. ഇനി രണ്ടാമതായി കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത പോയിന്റ് ഇതൊരു ഓൺലൈൻ ബെറ്റിംഗ് ആണെന്നാണ്. എന്നാൽ ബെറ്റ് വെക്കാനായി ഡ്രീം 11ന്റെ പ്ലാറ്റ്ഫോമിലെ മത്സരവും ഗ്രൗണ്ടിൽ നടക്കുന്ന റിയൽ മാച്ചിലെ ടീമുകളുമായി യാതൊരു ബന്ധവുമില്ലെന്നും കളിക്കാരുടെ പെർഫോമൻസ് മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും പ്രൂവ് ചെയ്തു. ഇതോടെ കോടതിയുടെ വിധി ഡ്രീം 11 അനുകൂലമായി. എങ്കിലും ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ അവിടുത്തെ പ്രത്യേക നിയമവ്യവസ്ഥ പ്രകാരം ഡ്രീം 11 ഇപ്പോഴും വിലക്കുണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആസാം, സിക്കിം, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ ഡ്രീം 11 ബാൻ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഓരോ IPL വേൾഡ് കപ്പ് സീസൺ വരുമ്പോഴും ഡ്രീം 11ന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം കമ്പനി മറു രാജ്യങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു. 2019 ഇവർ ന്യൂസിലൻഡിലെ ഡൊമസ്റ്റിക് T20 മാച്ചായ സൂപ്പർ സ്മാഷിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി. 2026 വരെ ഈ കരാർ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന കരീബിയൻ പ്രീമിയർ ലീഗിൻ്റെ ഒഫീഷ്യൽ ഫാൻറ്റസി പാർട്ണറും ഡ്രീം 11 ആയിരുന്നു. ഫാൻറ്റസി ക്രിക്കറ്റ് ഗെയിമിൻ്റെ സക്സസിന് ശേഷം ഇവർ മറ്റ് ഗെയിമുകളെയും പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, കബഡി, ഹോക്കി, ബേസ്ബോൾ എന്നിവയിലും നമുക്ക് ഫാൻറ്റസി ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ ഡ്രീം 11ൽ നിലവിൽ നിന്നുണ്ട്. 2024 കണക്കിലെടുത്താൽ ഡ്രീം 11 200 മില്യണിലേറെ യൂസേഴ്സ് ഉണ്ട്. അതുപോലെ പ്രോഫിറ്റും അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയായിക്കൊണ്ടേയിരിക്കുന്നു. ദേ ഈ ഇന്ത്യൻ ജേഴ്സിയിൽ ഈ ടൈറ്റിൽ കയറി കൂടിയത് 2023 മാർച്ച് മുതലാണ്.
2026 മാർച്ച് വരെ ഇതിവിടെ ഇങ്ങനെ തന്നെ കാണും. കാരണം ഒന്നും രണ്ടുമല്ല, 358 കോടി രൂപയാണ് ഈ ലീഡ് ജേഴ്സി സ്പോൺസർഷിപ്പ് റൈറ്റ്സ് സ്വന്തമാക്കാൻ Dream11 മുടക്കിയിരിക്കുന്നത്. ഇവരുടെ ഗെയിമിംഗ് രീതി ശരിയല്ലെന്നും ഇതിൽ കമ്പനിയുടെ തന്നെ സ്കാം ടീമുകൾ ഉണ്ടെന്നുമൊക്കെയുള്ള പലവിധ വിവാദങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ടെങ്കിലും Dream11 അവരുടെ യാത്ര മുന്നോട്ട് തന്നെ തുടരും. നമുക്കേതായാലും വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡ്.